കരട് മദ്യനയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. ടൂറിസത്തിനായി ഇനി 1-ാം തീയതിയും മദ്യം വിളമ്പാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്കാണ് ഇളവ്. വിവാഹം, അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്ക് ഇളവ് നൽകും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കരട് മദ്യനയത്തിനാണ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് പുതിയ മദ്യനയത്തിന് അംഗീകാരം മന്ത്രിസഭ നൽകിയതോടെ ഇനി മുതൽ ടൂറിസ്റ്റ് ആവശ്യം മുൻനിർത്തി 1-ാം തീയതിയിലും 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് മദ്യം നൽകാമെന്നുള്ളതാണ്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതിയുണ്ട്. ഡ്രൈ ഡേയിൽ കൂടുതൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള മദ്യ നയത്തിനാണിപ്പോൾ അന്തിമ അംഗീകാരം മന്ത്രിസഭ നൽകിയിരിക്കുന്നത്. ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായാണ് 1-ാം തീയതിയിലും 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് മദ്യം നൽകാൻ കഴിയുക. കൂടാതെ വിവാഹം, അതുപോലെ തന്നെ മറ്റ് ദേശീയ അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇത്തരത്തിലുള്ള ഇളവുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ ചടങ്ങുകൾ അത് നടക്കുന്ന സമയവും അതുപോലെ തന്നെ എന്നാണ് എന്നുള്ളതും മുൻകൂട്ടി അത് എക്സൈസ് കമ്മീഷണറോട് പറയുകയും അനുമതി തേടുകയും വേണമെന്നുള്ളതാണ്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും അത്തരത്തിൽ മദ്യം നൽകാൻ കഴിയും. ബാർ ലൈസൻസ് ഈ യാനങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷെ അതേസമയം തന്നെ ഈ കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി അത് 400 മീറ്റർ ദൂരപരിധിയാണ് ഇപ്പോഴും. അത് ഇനിയും തുടരും. അതിൽ മാറ്റമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക അനുമതി ദിവസം ബാർ തുറക്കരുതെന്നും ഈ ചടങ്ങിൽ മാത്രമേ മദ്യം നൽകാവൂ എന്നും ആണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ടൂറിസം വകുപ്പായിരുന്നു ഡ്രൈ ഡേ മാറ്റാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡ്രൈ ഡേയിൽ ഉൾപ്പെടെ ഇളവ് വരുത്തിക്കൊണ്ടുള്ള പുതിയ മദ്യ നയത്തിനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ശരി.